40 വയസ്സായ വിധവയായ സ്ത്രീ അവരുടെ വിവാഹം നടത്തുവാനായി തീരുമാനിക്കുന്ന രണ്ട് ആൺമക്കൾ. പിന്നീട് നടക്കുന്നതോ ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങളായിരുന്നു. എങ്കിൽ നമുക്ക് സ്വാസികയും വിജയ് ആന്റണിയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന 100 സാമി എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ കള്ളക്കുറിശി എന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നുണ്ട്. അവരാണെങ്കിലോ മൂന്നിലയൊക്കെ വെട്ടി ആഹാരമൊക്കെ വിളമ്പി കാത്തിരിക്കുകയാണ്. ആർക്കോ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ പേരാണ് സെൽവി. ഈ സെൽവിക്ക് രണ്ട് മക്കളുണ്ട്. മൂത്തവന്റെ പേര് ഭാസ്കർ, രണ്ടാമത്തവന്റെ പേര് വിവേക്. ഈ ഭാസ്കറിന് കമ്പനിയിലൊന്നും പോയി ജോലി ചെയ്യുവാനായിട്ട് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കോച്ചിങ് സെന്റർ നടത്തുകയാണ്. വിവേക് ആണെങ്കിലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം സെൽവിക്ക് ഭാസ്കറിൽ നിന്നും വിവേകിൽ നിന്നും കോൾ വരും. പക്ഷേ സെൽവി അവരുടെ കോൾ എടുക്കത്തേയില്ല. എന്നിട്ട് സെൽവി കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഈ രാത്രി സമയം നീ എവിടേക്കാ പോകുന്നെന്ന് ഗ്രാമത്തിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സെൽവി എത്രയും വേഗം ലാസ്റ്റ് ബസ് കിട്ടണമെന്ന് കരുതി ഷോർട്ട് കട്ടിലൂടെ പോകുവാനായും തീരുമാനിച്ച് വയലിലൂടെ പോകുന്നു. അതേ സമയമായിരുന്നു ഒരു കാട്ടുപന്നി സെൽവിക്ക് നേരെ വരുന്നത്. അത് തന്നെ ആക്രമിക്കുമെന്നായപ്പോഴോ സെൽവി ഒരു കാര്യം ചിന്തിക്കും. ഇനി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അടുത്തൊരു കിണറുണ്ട്, ആ കിണറിലേക്ക് എടുത്ത് ചാടുക. അത് തന്നെയാണ് സെൽവി ചെയ്തത്. എന്തായിരിക്കാം സെൽവിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? സെൽവി എന്തിനായിരിക്കാം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നൊക്കെ അറിയണ്ടേ? പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സെൽവിക്ക് ഏകദേശം 26 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സെൽവിയുടെ ഭർത്താവ് മരണപ്പെട്ടു പോകുന്നത്. അന്ന് സെൽവിയുടെ രണ്ട് ആൺകുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളാണ്. എങ്ങനെയെങ്കിലും ഇവരെ കഷ്ടപ്പെട്ട് വളർത്തണം, ജോലിക്ക് പോകണമെന്നും സെൽവി തീരുമാനിക്കുന്നു. അതിനു വേണ്ടിയിട്ട് സെൽവി തന്റെ രണ്ട് മക്കളെയും എടുത്ത് നേരെ പോകുന്നത് അവളുടെ ചേട്ടന്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് സെൽവിയുടെ അച്ഛനും അമ്മയും നിൽക്കുന്നത്. ഞാൻ ജോലിക്ക് പോകുവാനായി തീരുമാനിച്ചിരിക്കുന്നു. എന്റെ മക്കളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛനും അമ്മയും എന്റെ കൂടെ വരണമെന്നും സെൽവി അച്ഛനോടും അമ്മയോടും പറയും. എന്നാൽ ചേട്ടൻ പറയുന്നത്, എന്റെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, അവരെ നോക്കുവാനായിട്ട് ആരെങ്കിലും വേണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, അമ്മയെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ എന്ന് പറയും. പക്ഷേ അമ്മയാണെങ്കിലോ ഈ പ്രായത്തിലും അച്ഛനെ വിട്ട് വരുവാനായിട്ട് തയ്യാറായതേയില്ല. അത് കേൾക്കുന്നതും സെൽവിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. നിങ്ങളുടെ ആരുടെയും സഹായമില്ലാതെ ഞാൻ എന്റെ മക്കളെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. തന്റെ രണ്ടു മക്കളെയും ഹോസ്റ്റലിലാക്കാമെന്ന് അവൾ കരുതും. പക്ഷേ മക്കൾക്ക് അമ്മയെ വിട്ട് നിൽക്കുവാനായിട്ടും അമ്മയ്ക്ക് മക്കളെ വിട്ട് നിൽക്കുവാനായിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് കഷ്ടപ്പാടുകൾ സഹിച്ചായാലും തന്റെ മക്കളെ നന്നായിട്ട് വളർത്തണമെന്നും സെൽവി തീരുമാനിക്കുന്നു. അങ്ങനെ സെൽവി ഒരു സിംഗിൾ മദറായി നിന്ന് കുട്ടികളെ വളർത്തുവാനായിട്ട് പല ജോലികളും ചെയ്തു. സെൽവിയുടെ രണ്ടു മക്കളും സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സിറ്റിയിലേക്ക് പോവുകയുണ്ടായി. പിന്നീട് അങ്ങോട്ട് സെൽവി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും. എന്നാൽ സെൽവിക്കടുത്തേക്ക് പലരും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പല മോഹത്തോടു കൂടിയും എത്തും. പക്ഷേ അവരെ ആരെയും സെൽവി മൈൻഡ് ചെയ്തേയില്ല. സെൽവി ഇപ്പോൾ ഒരു ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്യുകയാണ്. എന്നാൽ അവിടെ പാസ്പോർട്ട് വാങ്ങുവാനായി വരുന്നവരാരും സെൽവിയുടെ കയ്യിൽ നിന്നും പാസ്പോർട്ട് വാങ്ങത്തേയില്ല. കാരണം സെൽവി ഒരു വിധവയാണ്, അതുകൊണ്ടാണ്. അതൊക്കെ സെൽവിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. സെൽവി ഓരോ ദിവസവും ഉറങ്ങുന്നത് പോലും കഷ്ടപ്പെട്ടാണ്. കാരണം പല പുരുഷന്മാരും സെൽവിയുടെ വീടിന്റെ വാതിൽ വന്ന് മുട്ടും. ഞാൻ നിന്നെ നോക്കിക്കോളാം, എന്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞാണ് വല്ലാതെ ശല്യം ചെയ്യുന്നത്. അതെല്ലാം കടന്നാണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതും. അവരുടെ നാട്ടിലെ തലവനായിട്ടുള്ള പച്ചമുത്തുവിന് സെൽവി ഒരു നോട്ടമുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കുന്ന സെൽവി പച്ചമുത്തുവിനെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ സെൽവി വിധവാ പെൻഷൻ വാങ്ങുവാൻ പോയിട്ട് തിരികെ വരികയായിരുന്നു. സെൽവിയെ കാണുന്ന പച്ചമുത്തു, നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പെൻഷൻ വാങ്ങാൻ പോയതാ. പക്ഷേ 10,000 രൂപ കൈക്കൂലിയായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു എന്നുള്ള കാര്യം സെൽവി പറയുമ്പോഴോ, ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങാനുള്ളതല്ലേ, അപ്പോൾ ഒരു 10,000 രൂപ കൊടുത്താലെന്താ പ്രശ്നമെന്ന് പച്ചമുത്തു ചോദിക്കുന്നു. അത് കേൾക്കുന്ന സെൽവി, ഞാനെന്തിനാ ജീവിതകാലം മുഴുവൻ വിധവാ പെൻഷൻ വാങ്ങുന്നത്, എനിക്ക് അതിനു മുൻപ് വിവാഹം കഴിച്ചൂടെ എന്ന് അവൾ ചോദിക്കും. സെൽവി പറയുന്നതെല്ലാം അവിടെ നിന്നൊരു സ്കൂൾ ടീച്ചർ കേൾക്കുകയുണ്ടായി. സെൽവിക്കടുത്തേക്ക് എത്തുന്ന സ്കൂൾ ടീച്ചർ, നിനക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ട് സെൽവിയാണെങ്കിലോ താൻ ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതങ്ങളും വിധവയായിരുന്നപ്പോൾ അവൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നു. മാത്രവുമല്ല, ഒരു ഭർത്താവുമൊത്ത് ജീവിക്കണമെന്ന ആഗ്രഹം തനിക്കുമുണ്ടെന്നും തന്റെ മക്കൾ സമ്മതിച്ചാൽ മാത്രമേ താൻ രണ്ടാം വിവാഹത്തിന് തയ്യാറാകൂ എന്നും സെൽവി പറയുന്നു. രണ്ടാം വിവാഹം ചെയ്തു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, മക്കൾ എന്ത് പറയും എന്നൊക്കെയായിരുന്നു സെൽവിയുടെ ചിന്തയും. അത് സെൽവി ടീച്ചറിനോട് പറയുന്നുണ്ട്. ടീച്ചറിന്റെ ചോദ്യം, അല്ല, നാട്ടുകാരെയും മക്കളെയും ഒക്കെ വിട്, നിനക്ക് താല്പര്യമുണ്ടോ,
അതിന് സെൽവിക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു. അതിൽ നിന്നും അവൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ടീച്ചർക്ക് മനസ്സിലായി. എന്റെ മക്കൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ രണ്ടാം വിവാഹത്തിന് തയ്യാറാകൂ എന്നതായിരുന്നു സെൽവി പറഞ്ഞത്. അങ്ങനെ ടീച്ചർ നേരെ പോകുന്നത് സെൽവിയുടെ മൂത്ത മകനായ ഭാസ്കറിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. ഭാസ്കർ ഇപ്പോൾ ലീവിന് വന്നിരിക്കുന്നു. ഭാസ്കറിനോട് ടീച്ചർ പറയുന്നത്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. എന്റെ ഫ്രണ്ടിന് ഏകദേശം ഒരു 10-42 വയസ്സുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മുൻപേ മരണപ്പെട്ടു പോയതാണ്. നിന്റെ അമ്മയെ കൊണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ടീച്ചർ ചോദിക്കുന്നു. അല്ല, ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, നിന്റെ അമ്മയ്ക്കും ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം ടീച്ചർ ഭാസ്കറിനോട് പറയുകയുണ്ടായി. അത് കേട്ടതും ഭാസ്കറാണെങ്കിലോ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഭാസ്കറിന് തന്റെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഭാസ്കർ വീട്ടിലേക്ക് എത്തുന്ന സമയം തന്നെ സെൽവിയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. സെൽവി ഭാസ്കറിനോട് പറയുകയാ, ഞാൻ ട്രാവൽ ഏജൻസിയിലെ ജോലി പിടിക്കുക. കേരളത്തില് ഒരു വീട്ടുജോലി റെഡിയായിട്ടുണ്ട്. 15,000 രൂപ ശമ്പളം കിട്ടും. ഞാൻ അവിടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും സെൽവി പറയുന്നു. എന്നാൽ അതിനൊന്നും ഭാസ്കറിന് മറുപടിയില്ല. അവന്റെ മുഖമാണെങ്കിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. നിന്റെ മുഖമെന്താ ഇങ്ങനെ ഇരിക്കുന്നെന്ന് സെൽവി ചോദിക്കുമ്പോൾ അമ്മ ആദ്യം അമ്മയുടെ മുഖം നോക്കെന്ന് പറഞ്ഞ് കണ്ണാടി എടുത്ത് സെൽവിയുടെ മുഖത്തേക്ക് കാണിച്ചു കൊടുക്കുന്നു. ജോലിക്ക് നിന്ന സമയം സെൽവി നെറ്റിയിലൊരു പൊട്ട് വെച്ചിരുന്നു. ആ പൊട്ടോടു കൂടിയാണ് അവൾ പൊട്ടെടുത്ത് മാറ്റാൻ മറന്നുപോയാണ് വീട്ടിലേക്ക് എത്തിയതും. അത് കണ്ട ഭാസ്കറിന് വല്ലാതെ ദേഷ്യം വന്നാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. സെൽവിക്കും വല്ലാത്ത സങ്കടം. പിന്നീട് അങ്ങോട്ട് കോളേജിലേക്ക് എത്തിയ ഭാസ്കറിന്റെ മനസ്സിൽ മുഴുവൻ ഈ കാര്യങ്ങളൊക്കെയായിരുന്നു അലട്ടിക്കൊണ്ടേയിരുന്നതും. അവൻ എപ്പോഴും ചിന്തയിൽ തന്നെയാണ്. സെൽവി കേരളത്തിലും വീട്ടു ജോലിക്കായിട്ട് പോയി. അവിടെ നിന്നുകൊണ്ട് തന്റെ മകനായിട്ടുള്ള ഭാസ്കറിനെ എത്ര തന്നെ കോൾ ചെയ്തിട്ടും അവൻ കോൾ എടുക്കുന്നതേയില്ല. തന്റെ മകന് തന്നോട് ദേഷ്യമാണെന്നുള്ള കാര്യം സെൽവിക്ക് നന്നായിട്ട് മനസ്സിലായി. അതേസമയം ഭാസ്കറിന് തന്റെ അമ്മയ്ക്ക് വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുള്ള ചിന്ത മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവൻ മദ്യപാനത്തിലേക്കൊക്കെ പോവുകയാണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ ദേവന്റെ സ്വഭാവമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുക. മകനെ കുറിച്ചോർത്ത് സെൽവിക്കും നല്ല ടെൻഷനുണ്ട്. അങ്ങനെ സെൽവി ആദ്യത്തെ മാസത്തിൽ കിട്ടിയ ശമ്പളം തന്നെ തന്റെ മകനെ അയക്കുന്നു. ആ കാശിന്റെ കൂട്ടത്തിൽ തന്റെ നെറ്റിയിലുണ്ടായിരുന്ന പൊട്ടുമുണ്ട്. ആ പൊട്ടിന്റെ അർത്ഥം തനിക്ക് തോന്നിയ ആ ഒരു ആഗ്രഹം അതിവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു പൊട്ട് ഒട്ടിച്ചു വെച്ചതിലൂടെ ഇതെല്ലാത്തിന്റെയും ആരംഭമല്ല, അവസാനമാണ്. ഇനി നീ നന്നായിട്ട് പഠിക്കണം എന്നതായിരുന്നു സെൽവി സൂചിപ്പിച്ചതും. അങ്ങനെ അത് മനസ്സിലാക്കിയ ഭാസ്കറാണെങ്കിലോ തന്റെ കോളേജ് പഠനം വീണ്ടും പഴയതുപോലെ ആരംഭിക്കുകയാണ്. അവൻ നന്നായിട്ട് പഠിക്കുവാനായും തുടങ്ങി. അങ്ങനെ ഒരു 5 വർഷം കടന്നുപോയി. ഭാസ്കർ പഠിത്തമെല്ലാം കഴിഞ്ഞ് അവന് വലിയ കമ്പനിയിലൊന്നും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊരു IAS കോച്ചിങ് സെന്ററും ആരംഭിച്ചു. ഭാസ്കറിന്റെ സഹോദരനായ വിവേക് ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യ എന്ന പെൺകുട്ടിയുമായിട്ട് വിവേക് പ്രണയത്തില. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിൽ നിന്നും നാട്ടിലേക്ക് വിവേക് വരുന്നത് ട്രെയിനിലായിരുന്നു. രണ്ടുപേരും ഒരുമിച്ചാണ് സ്ലീപ്പർ ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ അതേ ട്രെയിനിൽ തന്നെ സന്ധ്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന തന്റെ മകളുടെ ചെരുപ്പ് കണ്ട് അത് തന്റെ മകളാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. കോൾ ചെയ്ത് നോക്കുന്ന സമയത്തോ അടുത്തൊരു പയ്യനുണ്ട് എന്നുള്ള കാര്യം കോളിലൂടെ അമ്മയ്ക്ക് മനസ്സിലായി. വീട്ടിലേക്ക് എത്തുന്ന സന്ധ്യയെ അമ്മ ഒരുപാട് തല്ലും. അപ്പോഴാണ് സന്ധ്യ ആരുമായിട്ട് പ്രണയത്തിലാണെന്നുള്ളത് അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകുന്നത്. ഈ സെൽവി സന്ധ്യയുടെ അച്ഛന്റെ സഹോദരന്റെ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തന്റെ 2 മക്കളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സെൽവിയെ നന്നായിട്ട് അറിയാവുന്ന സന്ധ്യയുടെ അച്ഛനും അമ്മയും സെൽവിയെ വന്ന് വിരട്ടും. സെൽവിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരികയും വീട്ടിലേക്കെത്തി വിവേകിനോട് അത് ചോദിക്കുകയും ചെയ്തു. സ്കൂൾ കാലഘട്ടം മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നും ഞങ്ങളിപ്പോൾ പ്രണയത്തിലായിരിക്കുകയാണ്. സന്ധ്യയ്ക്കും തന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടും പരസ്പരം സമ്മതത്തോടു കൂടിയാണ് പ്രണയിക്കുന്നത് എന്നുള്ള കാര്യവും വിവേക് സെൽവിയോട് തുറന്നു പറയുന്നു. വിവേക് സന്ധ്യയുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം സെൽവിക്ക് മനസ്സിലായി. ആദ്യം എന്തായാലും നിന്റെ ചേട്ടനായ ഭാസ്കറിന്റെ വിവാഹം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ചിന്തിക്കാമെന്നതായിരുന്നു സെൽവി പറഞ്ഞതും. സെൽവിയുടെ സഹോദരന് സഹോദരന്റെ മകളെ കൊണ്ട് ഭാസ്കറിനെയോ അല്ലെങ്കിൽ വിവേകിനെയോ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ വിവേക് ചെറിയ പയ്യനല്ലേ. ഭാസ്കർ ആണെങ്കിലോ പഠിത്തമെല്ലാം കഴിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാസ്കറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നാണ് സെൽവിയുടെ സഹോദരന്റെ ആഗ്രഹവും. ദിവസങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം ഭാസ്കർ സെൽവിയെ വിളിക്കുന്നു. സെൽവിയെ കോൾ ചെയ്ത ഭാസ്കർ അമ്മയ്ക്ക് രണ്ടാം കല്യാണം കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് സെൽവി, എന്തിനാ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ദേഷ്യപ്പെടുന്നു. അല്ല, അമ്മ എന്തായാലും രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സെൽവിയെ നിർബന്ധിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രശ്നം നടന്നില്ലേ, ദേ എന്നിട്ട് മകനാണെങ്കിൽ ഇപ്പോൾ രണ്ടാം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നിർബന്ധിക്കുന്നു. നിനക്ക് എന്ത് പറ്റി? എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് സെൽവി ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഭാസ്കർ ആണെങ്കിലോ സെൽവിയെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരുന്നു. രണ്ടാം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയെ നിർബന്ധിക്കുകയാണ്. ഒടുവിൽ സഹികെട്ട് സെൽവി ഭാസ്കറിനോട് ഒരു കാര്യം പറയും.
ഒരു കാര്യം ചെയ്യാം. ഞാൻ രണ്ടാം വിവാഹത്തിന് സമ്മതിക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നീ ഒരു വിവാഹം കഴിക്കണം. പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുൻപ് എന്നെ രണ്ടാം വിവാഹം കഴിപ്പിക്കുന്നതിന് ആ പെൺകുട്ടിയുടെ അച്ഛനും താല്പര്യമുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കൂ എന്ന് സെൽവി പറയുന്നു. ഓക്കെ, അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അമ്മ വിവാഹത്തിന് സമ്മതിക്കുമല്ലോ. എങ്കിൽ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഭാസ്കർ തനിക്ക് വേണ്ടിയിട്ട് വിവാഹം നോക്കുവാനായും തുടങ്ങി. അങ്ങനെ ഭാസ്കർ ആണെങ്കിലോ ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ടും എത്തുകയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനാണെങ്കിലോ യൂട്യൂബറാ. പെൺകുട്ടിയോട് സംസാരിക്കുവാനായി എത്തുന്ന ഭാസ്കർ പറയുന്നത്, ദേ നോക്ക്, എനിക്കിങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് എൻ്റെ അമ്മയെ രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കണം. അതിന് അമ്മ പറഞ്ഞ കണ്ടീഷൻ ആ പെൺകുട്ടിയുടെ അച്ഛൻ കൂടി അതിന് സമ്മതിക്കണം. എന്നാൽ മാത്രമേ താൻ രണ്ടാമതൊരു വിവാഹം കഴിക്കൂ എന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെ പെണ്ണ് കാണാൻ വന്നതെന്നും ഭാസ്കർ പറയുന്നു. എനിക്കും വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ അച്ഛന് യൂട്യൂബിൽ ഇടുവാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് വേണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കല്യാണം നടത്തുന്നതെന്നും അവൾ പറയുന്നു. ഓക്കെ, എങ്കിൽ ശരി. നമുക്ക് രണ്ടുപേർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. എനിക്ക് എന്റെ അമ്മയെ രണ്ടാമത് വിവാഹം കഴിപ്പിക്കണം. നിന്റെ അച്ഛന് കണ്ടന്റ് വേണം. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛൻ എന്റെ അമ്മയുടെ രണ്ടാം വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള കാര്യവും ഭാസ്കർ പറയുന്നു. ആ പെൺകുട്ടിയുടെ അച്ഛനും സെൽവിയുടെ രണ്ടാം വിവാഹത്തിന് സമ്മതിക്കുകയാണ്. ഇതറിയുന്ന സെൽവിക്കാണെങ്കിലോ പണി കിട്ടിയ അവസ്ഥയും. കാരണം സെൽവിക്കിപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഭാസ്കറിനോട് അവൻ പെണ്ണ് കണ്ട പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല, എന്തുകൊണ്ടാ നീ പെട്ടെന്ന് നിന്റെ അമ്മയ്ക്ക് രണ്ടാമത് വിവാഹം കഴിക്കുവാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഭാസ്കർ തന്റെ മൈൻഡ് മാറാനുണ്ടായ കാരണം തുറന്നു പറയുന്നത്. ഒരിക്കൽ ഭാസ്കറിനെ കാണുവാൻ വേണ്ടിയിട്ട് സെൽവി ഭാസ്കറിന്റെ വീട്ടിലേക്ക് ചെന്നു. ഭാസ്കർ ആണെങ്കിലോ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഭാസ്കർ സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് പുറത്തു പോയ സമയം സെൽവി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നതും. എന്നാൽ സെൽവിയാണെങ്കിലോ ആ വീട്ടിലെ ജോലികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യുവാനായും തുടങ്ങി. ചെയ്ത ജോലികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. തേച്ച് മടക്കി വെച്ചിരിക്കുന്ന ഷർട്ട് വീണ്ടും എടുത്ത് തേക്കുന്നു, മടക്കി വെക്കുന്നു. കഴുകിയ തുണികൾ തന്നെ വീണ്ടും വീണ്ടും കഴുകുന്നു. ഒരു റൂമിനുള്ളിൽ പെട്ടുപോയ എലിയുടെ അവസ്ഥയായിരുന്നു സെൽവിയുടേത്. വീടിനുള്ളിൽ അവനൊരു CC ക്യാമറ സ്ഥാപിച്ചതിൽ നിന്നാണ് അമ്മയുടെ ഈ ഒരു അവസ്ഥയൊക്കെ അവൻ മനസ്സിലാക്കിയത്. അമ്മ ഇങ്ങനെ ഒറ്റപ്പെട്ട് ചെയ്ത ജോലികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് ഒരു റൂമിനുള്ളിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയാണ്. അമ്മയുടെ ഈ അവസ്ഥയിൽ നിന്നും അമ്മയെ പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അമ്മയെ രണ്ടാം വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിച്ചത്. അമ്മയുടെ നല്ല സമയത്തെല്ലാം അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. 5 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഈ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ഇപ്പോഴാണ് എനിക്ക് മെച്യൂരിറ്റി വന്നത്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഭാസ്കർ പറയുന്നു. രണ്ടാം വിവാഹത്തിന് ഭാസ്കർ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ സെൽവിക്ക് വല്ലാതെ ടെൻഷനാവുകയും തന്റെ രണ്ടാമത്തെ മകനായ വിവേകിനോട് ചെന്ന് ഈ ഒരു കാര്യം പറയുകയും ചെയ്യുന്നു. തനിക്ക് രണ്ടാമതൊരു വിവാഹം വേണ്ട എന്ന് സെൽവി പറഞ്ഞതോടുകൂടി വിവേക് ഈ ഒരു കാര്യം ഭാസ്കറിനോട് സംസാരിക്കും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. വിവേകിന് തന്റെ അമ്മ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനമായപ്പോഴോ വിവേകും സമ്മതിക്കുകയാണ്. വിവേകിന്റെ മനസ്സ് മാറുന്നു. അമ്മയ്ക്ക് മറ്റൊരു വിവാഹം വേണം. അമ്മയും നല്ല കുടുംബമായിട്ട് ജീവിക്കണമെന്നും വിവേകിനും താല്പര്യമുണ്ടാകുന്നു. രണ്ട് സഹോദരങ്ങളും ചേർന്ന് അമ്മയെ വിവാഹം കഴിപ്പിക്കുവാനായും തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന സെൽവി ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. മക്കളെ രണ്ടുപേരെയും ഒന്ന് പേടിപ്പിക്കണം. അതുകൊണ്ട് തന്നെ അവർ വിളിച്ചാൽ ഫോണൊന്നും എടുക്കണ്ട. അവരറിയാതെ തന്നെ വീടും പൂട്ടി ഇവിടെ നിന്ന് കുറച്ചു ദിവസം ഒന്ന് മാറി നിൽക്കാമെന്നും സെൽവി തീരുമാനിക്കുന്നു. അങ്ങനെയാണ് സെൽവി മക്കൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ രാത്രിക്ക് രാത്രി തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാമെന്നാണ് അവൾ തീരുമാനിച്ചിരുന്നതും. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചാണ് കാട്ടുപന്നിയെ കാണുന്നതും അതിനെ പേടിച്ച് കിണറ്റിലേക്ക് എടുത്ത് ചാടുന്നതും. ആ ഒരു സീനാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. സെൽവി കിണറ്റിൽ വീണ അതേ സമയം തന്നെയായിരുന്നു അതുവഴി പാദയാത്രയ്ക്ക് കുറച്ച് സ്ത്രീകൾ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ അവർ കിണറ്റിൽ വീണ സെൽവിയുടെ ശബ്ദം കേൾക്കുകയുണ്ടായി. അതിലൊരു സ്ത്രീ വന്ന് നോക്കുകയും കിണറ്റിൽ കിടക്കുന്ന സെൽവിയെ കാണുകയും അവർ ഉടനെ തന്നെ കിണറ്റിലേക്ക് എടുത്തു ചാടി സെൽവിയെ രക്ഷിക്കുകയും ചെയ്തു. സെൽവിയെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഒരു വിവരം സെൽവിയുടെ സഹോദരനും രണ്ട് മക്കളും അറിയുന്നു. അവരുടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തുകയാണ്. നിങ്ങളെ ഇനി കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയതെന്ന് പറഞ്ഞ് സെൽവി കരയുന്നു. ഇനി മക്കളെ എന്തായാലും ഇതുപോലെ വിഷമിപ്പിക്കണ്ട. അവരുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കൊടുക്കാമെന്നും സെൽവി തീരുമാനിക്കുന്നു. രണ്ടാമതൊരു വിവാഹം കഴിക്കുവാനായിട്ട് സെൽവി സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ അമ്മയ്ക്ക് നല്ലൊരു വരനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് മക്കൾ ബ്രോക്കർമാരുടെ അടുത്തേക്കൊക്കെ എത്തുന്നു. എന്നിട്ട് ബ്രോക്കറോടൊക്കെ സംസാരിക്കുകയാണ്. ഈ ഒരു കാര്യമെല്ലാം
സെൽവിയുടെ മേൽ കണ്ണുണ്ടായിരുന്ന ആ ഒരു ഗ്രാമത്തലവനിലെ അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. സെൽവിയെ രക്ഷിച്ച ശ്രീയുമായിട്ട് സെൽവി നല്ല കമ്പനിയാവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും നടന്നു പോകുന്ന സമയം ആ സ്ത്രീ പറയുന്നുണ്ട്, തന്റെ സഹോദരനായ ഏഴിമലയ്ക്ക് വേണ്ടിയിട്ട് പെണ്ണ് നോക്കുക. ഇതുവരെയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയില്ല. നല്ലൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തവണയും പാദയാത്രയിൽ പങ്കെടുക്കുവാനായിട്ട് താൻ വരാമെന്നുള്ള കാര്യം ആ സ്ത്രീ പറയുന്നു. എന്നാൽ ഇതെല്ലാം സെൽവി ശ്രദ്ധിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ സഹോദരനായ ഏഴിമലയെ കാണണമെന്ന ആഗ്രഹം സെൽവിക്കുണ്ടാകുന്നു. സെൽവിക്കും രണ്ടാമതൊരു വിവാഹം നോക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സഹോദരനായ ഏഴിമലയുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്നും സെൽവി പറയുന്നു. സെൽവിക്ക് വിവാഹം നോക്കുന്ന കാര്യം ആ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഏഴിമലയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ് സെൽവി. ഏഴിമലയുടെ വീട്ടില് നല്ല നീറ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല അവിടെ കറിയൊക്കെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. ഏഴിമല വയസ്സായ തന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ്. ഏഴിമലയും അപ്പോഴേക്കും അവിടേക്ക് വരുന്നു. രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയാണ്. ഒരുപാട് വർഷങ്ങൾ ഏഴിമല ഗൾഫിലായിരുന്നു. ആ സമയത്താണ് ഏഴിമലയുടെ ഭാര്യ മരണപ്പെട്ടു പോകുന്നതും. ഏഴിമലയ്ക്ക് ഒരു പെൺകുഞ്ഞുമുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള കാലങ്ങളെല്ലാം തന്റെ മകളെ വളർത്തി ദേ ഇപ്പോൾ അവളുടെ വിവാഹവും കഴിപ്പിച്ചു വിട്ടിരിക്കുക. വിവാഹത്തിന് മുൻപ് മകൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് വേറൊരു വിവാഹം കഴിക്കുവാനായിട്ട് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഏഴിമല പറയുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയും രണ്ടുപേർക്കുമിടയിൽ ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടാകുന്നു. അമ്മയ്ക്ക് ആരെയാണോ ഇഷ്ടം അവരെ മാത്രമേ വിവാഹം കഴിപ്പിക്കൂവെന്നാണ് സെൽവിയുടെ രണ്ടു മക്കളും തീരുമാനിച്ചിരിക്കുന്നത്. ഏഴിമലയെ സെൽവിക്ക് ഇഷ്ടമായ കാര്യമൊക്കെ മക്കൾക്ക് മനസ്സിലായി. അങ്ങനെ ഏഴിമലയുമായിട്ട് രണ്ടു മക്കളും സംസാരിക്കുകയും അവരുടെ വിവാഹം നടത്തുവാനായിട്ടും രണ്ടു മക്കളും തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു കാര്യം നാട്ടിലാകെ പാട്ടാവുകയാണ്. ഏകദേശം 40 വയസ്സുള്ള സ്ത്രീ രണ്ടാമതൊരു വിവാഹം കഴിക്കുവാനായിട്ട് പോകുന്നു. നാട്ടുകാർക്ക് നല്ല എതിർപ്പാണ്. ഈ ഒരു വിവരം സെൽവിയുടെ വീട്ടുകാരും അറിയുന്നു. ഉടനെ തന്നെ സെൽവിയുടെ ചേട്ടനും ചേട്ടത്തിയും സെൽവിയുടെ അമ്മയും കൂടി സെൽവിയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിക്കുകയാണ്. ഈ 40-ാമത്തെ വയസ്സിൽ നിനക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമല്ലേ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ ഭർത്താവ് മരിച്ച സമയം എന്റെ രണ്ട് മക്കളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്റെ മക്കളെ നോക്കണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ വിട്ടിട്ട് വരില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനൊപ്പം ജീവിക്കുവാനായിട്ടല്ലേ ആഗ്രഹമെന്നൊക്കെ സെൽവി അപമാനിക്കും വിധം ചോദിക്കുന്നു. അത് കേട്ട് ചേട്ടന് വല്ലാതെ ദേഷ്യം വരികയും അവിടെയുണ്ടായിരുന്ന തയ്യൽ മെഷീന്റെ ഒയർ കട്ട് ചെയ്ത് സെൽവിയുടെ കഴുത്തിൽ മുറുക്കുന്നു. സെൽവി ശ്വാസം കിട്ടാതെ പിടയുകയാണ്. സെൽവിയെ താഴെ കിടത്തുകയാണ്. സെൽവിയുടെ രണ്ട് കാലിലും സെൽവിയുടെ അമ്മ പിടിച്ചിരിക്കുന്നു. കഴുത്തിൽ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് ചേട്ടൻ. വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് ചേട്ടത്തിയുമുണ്ട്. അതേ സമയമായിരുന്നു അവിടേക്ക് അടുത്ത വീട്ടിലുള്ള മേഖല എന്ന പെൺകുട്ടി വരുന്നത്. വാതിൽ മുട്ടുന്നത് കൊണ്ട് തന്നെ സെൽവിയുടെ ചേട്ടനും ചേട്ടത്തിയും അമ്മയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. മേഖല വന്ന് നോക്കുന്ന സമയത്തോ സെൽവിക്ക് ബോധം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. സെൽവിയുടെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് സെൽവിയെ ഉണർത്തുകയാണ് മേഖല. ഈ മേഖലയുടെ വിവാഹം കഴിഞ്ഞ് അവൾക്കൊരു കുഞ്ഞുമുണ്ട്. പക്ഷേ മേഖലയുടെ ഭർത്താവും മരണപ്പെട്ടു പോയിരിക്കുക. അതുകൊണ്ട് തന്നെ മേഖല പറയുന്നുണ്ട്, നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് രണ്ടാം വിവാഹമൊന്നും ശരിയല്ല ചേച്ചി. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് മേഖല പറയുന്നു. സെൽവി ചിന്തിക്കുന്നത് അവരെ പോലുള്ള സ്ത്രീകൾ ഇപ്പോഴും നാട്ടുകാരെയും കുടുംബക്കാരെയും ഭയന്നാണ് ജീവിക്കുന്നത്. അതെല്ലാം മാറ്റണം. അതിന് താൻ രണ്ടാം വിവാഹം കഴിച്ചാൽ മാത്രമേ എല്ലാവരുടെയും ഭയമൊക്കെ മാറൂ എന്നുള്ള ചിന്ത സെൽവിയുടെ മനസ്സിലുണ്ട്. അതേസമയം സെൽവിയുടെ മകനായ ഭാസ്കർ നാട്ടിലേക്ക് വരികയായിരുന്നു. എന്നാൽ ഗ്രാമത്തിലുള്ള കുറേ പേർ ചേർന്ന് ഭാസ്കറിനെ തടഞ്ഞു നിർത്തുകയും അവനെ തല്ലുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവരെയൊക്കെ തള്ളി മാറ്റിയതിനു ശേഷം നേരെ ഓടിപ്പോകുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക്. തന്റെ അമ്മയുടെ രണ്ടാം വിവാഹം നടത്തുവാനായി തീരുമാനിച്ചതുകൊണ്ട് ഗ്രാമത്തിലുള്ളവരൊക്കെ തന്നെ കൊല്ലുവാനായി ശ്രമിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പോലീസിനോട് പറയുന്നു. തനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നും ഭാസ്കർ പറയുമ്പോൾ, അതിന് നീ ആരാ, VIP ആണോ എന്ന് പറഞ്ഞ് അവനെ അപമാനിച്ചാണ് പോലീസുകാർ ഇറക്കി വിടുന്നത്. പക്ഷെ എന്നാലും ഭാസ്കർ എങ്ങനെയെങ്കിലും വിവാഹം നടത്തിയേ പറ്റൂ എന്ന തീരുമാനത്തിലും. അതേസമയമായിരുന്നു മേഖല വഴി സെൽവിയുടെ വീട്ടുകാർ വന്ന് സെൽവിയെ കൊല്ലാൻ ശ്രമിച്ച കാര്യമൊക്കെ ഭാസ്കർ അറിയുന്നത്. അവൻ ആകെ തകർന്നു പോവുകയാണ്. വിവാഹത്തിന്റെ തലേ ദിവസം വിവാഹത്തിനുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നോക്കുകയായിരുന്നു ഭാസ്കർ. അതേസമയം ഗ്രാമത്തലവൻ ഏഴിമലക്കടുത്തെത്തിയിട്ട്, നാളെ നീ വിവാഹത്തിനായി എത്തിക്കഴിഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് വിരട്ടുന്നു. പക്ഷേ അതൊന്നും ഏഴിമല മൈൻഡ് ചെയ്യുന്നതേയില്ല. ഭാസ്കറും വിവേകും വീട്ടിലേക്ക് വരും. അതേസമയം സെൽവിക്ക് നല്ല ടെൻഷൻ. നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന ടെൻഷനായിരുന്നു സെൽവിക്ക്. അങ്ങനെ 3 പേരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം തനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരുമോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ സെൽവി പൊട്ടിക്കരഞ്ഞു പോകുന്നു. ഡേയ്, എനിക്ക് വിവാഹം ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്കൊപ്പം ജീവിക്കാമെന്ന് പറഞ്ഞാണ് സെൽവി കരയുന്നത്. അങ്ങനെ അടുത്ത ദിവസമായി. വിവാഹത്തിന്റെ ദിവസമാണല്ലോ. അതുകൊണ്ട് തന്നെ സെൽവിയും കൂട്ടി വെളുപ്പിന് തന്നെ തന്റെ രണ്ട് മക്കളും അമ്പലത്തിലേക്ക് എത്തുന്നു. പക്ഷേ അമ്പലം പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂജാരി വന്നിട്ടേയില്ല. പൂജാരിയെ വിളിച്ചു നോക്കുമ്പോഴോ പൂജാരിയുടെ
രണ്ടുപേരുടെ തല ആരോ അടിച്ചു പൊട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലുമാണ്. പൂജാരി വരില്ല എന്നുള്ള കാര്യം സെൽവിക്കും മക്കൾക്കും മനസ്സിലായി. അതേസമയമായിരുന്നു അവിടേക്ക് ഏഴിമലയും കുടുംബവും എത്തുന്നത്. അപ്പോഴേക്കും അവിടേക്ക് ഗ്രാമത്തലവനും ഗ്രാമത്തലവന്റെ കൂട്ടാളികളും വരുന്നു. ഇതെല്ലാം മറികടന്ന് എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് വിവാഹം നടത്തണം എന്ന വാശിയിൽ നിൽക്കുകയാണ് സെൽവിയുടെ രണ്ട് മക്കളും. അതേസമയമായിരുന്നു അവരുടെ കയ്യിലൊക്കെ അരിവാളിരിക്കുന്നത് കാണുന്നത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, വലിയ ഫൈറ്റ് തന്നെ നടക്കുമെന്നുള്ള കാര്യം സെൽവിയുടെ മക്കൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ സെൽവിയുടെ മൂത്ത മകനായിട്ടുള്ള ഭാസ്കറാണെങ്കിലോ ആക്ഷൻ പറയുന്നു. അപ്പോഴേക്കും രണ്ടു മൂന്ന് ഡ്രോണുകൾ പൊങ്ങി പറക്കുകയാണ്. അത് കാണുന്ന ഗ്രാമത്തലവനും കൂട്ടാളികളും പേടിച്ചു പോകും. അപ്പോഴേക്കും അവിടേക്ക് ഭാസ്കർ കല്യാണം കഴിക്കുവാനായി പോകുന്ന പെൺകുട്ടിയിലെ അവളും അവളുടെ അച്ഛനും അവളുടെ വീട്ടുകാരും എല്ലാവരും എത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ വീഡിയോ ക്യാമറയും ഒക്കെയുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റ് നടക്കുകയാണ്. അത് കാണുന്ന ഗ്രാമത്തലവനും ഗ്രാമത്തലവന്റെ കൂട്ടാളികളും പേടിച്ചു പോകുന്നു. കാരണം കൊറോണ സമയത്ത് ഇതുപോലുള്ള ഡ്രോൺ അല്ലേ അന്ന് പോലീസ് പറത്തിയത്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പോലീസുകാർ കണ്ടില്ലേ? ഇനി അതുപോലെ വല്ലതും ആകുമോ എന്ന പേടി ജനങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തലവന്റെ കൂടെ വന്നവരെല്ലാവരും ഓടി രക്ഷപ്പെട്ട് കളയുന്നു. ഇനി ഗ്രാമത്തലവൻ മാത്രമാണുള്ളത്. അയാളുടെ കയ്യിലാണെങ്കിൽ തോക്കുമിരിക്കുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം മുടക്കിയേ പറ്റൂ. ഗ്രാമത്തലവൻ തന്റെ തോക്കുകൊണ്ട് ഏഴിമലയെ വെടിവെച്ച് കൊല്ലുവാനിട്ട് നോക്കുന്ന സമയം ഗ്രാമത്തലവന്റെ കയ്യിൽ നിന്നും തോക്ക് തട്ടിയെടുത്ത ഏഴിമല തന്റെ കയ്യിലിരുന്ന അരിവാൾ കൊണ്ട് തോക്ക് വെട്ടി നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവ് ടെലികാസ്റ്റ് നടത്തുകയല്ലേ. അത് കണ്ടുകൊണ്ട് പോലീസുകാരും അവിടേക്ക് വരുന്നു. പോലീസുകാർക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിവാഹം നടത്തുവാനായിട്ട് പോലീസുകാരും സപ്പോർട്ട് ചെയ്യുന്നു. അമ്പലത്തിന്റെ പൂട്ടൊക്കെ തല്ലി തുറന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ച് തന്നെ സെൽവിയുടെയും ഏഴിമലയുടെയും വിവാഹം നല്ല രീതിക്ക് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം തന്നെയാണിത്. രണ്ടു മക്കളും ചേർന്ന് അമ്മയുടെ വിവാഹമൊക്കെ നല്ല രീതിക്ക് നടത്തി. ആ സീൻ അവിടെ കട്ടായി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. പുറത്ത് പഠിക്കുവാനായി പോയിരിക്കുന്ന സെൽവിയുടെ രണ്ട് മക്കളും ഗ്രാമത്തിലേക്ക് വന്ന് ബസ് ഇറങ്ങുകയാണ്. അവരെ കൂട്ടിക്കൊണ്ടു പോകുവാനായി എത്തുന്നത് ഏഴിമലയും. തന്റെ ബൈക്കിലാണ് വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തി സെൽവിയും ഏഴിമലയും സെൽവിയുടെ രണ്ട് ആൺമക്കളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.